മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ ആ അധ്യായം കഴിഞ്ഞെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. CPM അധികം കളിക്കണ്ട, കേരളം ഞെട്ടുന്ന വാർത്ത പുറത്തു വരാനുണ്ട് എന്നായിരുന്നു VD സതീശൻ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞത്. BJPക്കും ഉണ്ടായിരുന്നു മുന്നറിയിപ്പ്. പ്രതിപക്ഷ നേതാവിന്റേത് ഭീഷണിയോ എന്നാണ് ഹോട്ട് ആൻഡ് ടോക്ക് ചോദിക്കുന്നത്. CPMൽ നിന്ന് സെയ്ദ് മുഹമ്മദ് സാദിഖ്, ഒപ്പം കോൺഗ്രസിൽ നിന്ന് വിജയ് ഇന്ദുചൂടൻ എന്നിവർ ചർച്ചയ്ക്ക്. ആദ്യം നമുക്ക് VD സതീശന്റെ ആ പ്രതികരണം കാണാം. ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കണം. അധികം കളിക്കരുത് ഈ കാലത്ത്. ഞെട്ടിപ്പോവും. അല്ല, വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല, വരുന്നുണ്ട്. ഇതുമായിട്ട് അല്ല, നോക്കൂ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. ഇന്നലെ ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJPക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും. കാര്യം ഞാനിപ്പോൾ പറയുന്നില്ല. അവിടെ കാളയെ ഉപേക്ഷിക്കരുത്, കാളയെ കളയരുത്, കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കരുത്. കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം. കാളയുടെ ആവശ്യം വരും. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJPക്കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താൽ മതി. ആദ്യം വിജയ് ഇന്ദുചൂടനിലേക്ക്. ശ്രീ വിജയ്, ഇത്തരമൊരു ആരോപണം, പരാതികൾ, തെളിവുകൾ വരുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രതികരണം അല്ലേ, പ്രതിഷേധമല്ലേ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനകത്തൊരു ഭീഷണിയുടെ ശരീരഭാഷയില്ലേ? ശരീരഭാഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് CPMനോടും BJPയോടുമാണ് പറയാനുള്ളത്. അത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ. കാരണം ഇനിയും ഇതിനേക്കാൾ കേരളം ഞെട്ടുന്ന, അപമാനിതരാകുന്ന തരത്തിലേക്കൊരു കാര്യം വരുന്നുണ്ട്. നിങ്ങൾ ഇനിയും ഭീഷണിയുടെ സ്വരമാണെങ്കിൽ അത് ഭീഷണിയുടെ സ്വരമായി തന്നെ കണക്കാക്കിക്കൊള്ളുന്ന വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. ഇവിടെ സംഭവം എന്താണ്? ഒരു ആരോപണം തന്നെ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടി സ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വളരെ വ്യക്തമായി തന്നെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, ട്രാൻസ്പെറൻസിയോടുകൂടി തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനങ്ങളെല്ലാം ഒഴിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത്രയും സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന നിലപാട്. എല്ലാ നേതാക്കളും, മുതിർന്ന എല്ലാ നേതാക്കളും, അത് പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, KPCCയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ ഒരേ നിലപാടാണ് എടുത്തത്. ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ അടക്കം, രമേശ് ചെന്നിത്തല അടക്കമുള്ള, VD സതീശൻ അടക്കമുള്ള, KPC പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ആരോപണ വിധേയനാണ്. ഒരിക്കലും ആ ആരോപണം തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു സത്യമല്ലേ? ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള സത്യം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആരെയും ആ വിഷയത്തിൽ ന്യായീകരിക്കുവാനോ ന്യായപ്പെടുത്താനോ അല്ല ഞാനിവിടെ വന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ആരോപണം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അടക്കം, ഞങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷന്മാരടക്കം, എല്ലാവരും, മുതിർന്ന നേതാക്കളടക്കം ഒരേ സ്വരത്തിൽ ഒരേ മനസ്സോടുകൂടി ആ സ്ത്രീപക്ഷ നിലപാട് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ആ സ്ഥാനം രാജിവെച്ച് വിജയ്, അത് മനസ്സിലായി. നേതാക്കൾക്കടക്കം കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന പ്രതിഷേധങ്ങളെ ഇത്രയും അസഹിഷ്ണുതയോടെ നോക്കിക്കാണേണ്ട കാര്യം എന്താണ്? അല്ല, അസഹിഷ്ണുതയോടൊന്നും നോക്കിക്കാണുന്നില്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരോപണ വിധേയരായിട്ടുള്ള ഒരാളെ, ഒരു MLA അടക്കമുള്ള പാർട്ടിയുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോഴും അവരുടെ പാർട്ടിയിൽ, ഈ പറയുന്ന CPIMന്റെ പാർട്ടിയിൽ എന്ത് നിലപാട്, സമാനമായിട്ടുള്ള എത്രയോ കേസുകൾ, എത്രയോ ആളുകൾ, മന്ത്രിമാരടക്കം MLAമാരടക്കമുള്ള പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന എത്രയോ ആളുകൾക്കെതിരെ ഈ സമാനമായിട്ടുള്ള കേസുകൾ വന്നിട്ടുണ്ട്. എന്ത് നിലപാടെടുത്തു, എന്ത് നടപടിയായിരുന്നു CPIMൽ ഈ പറയുന്ന നേതാക്കൾ ഏറ്റെടുത്തത്?
ജനാധിപത്യത്തിന് മുൻപായിട്ട് എത്രയോ ആളുകൾ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഇന്നും കേസെടുത്തിട്ടില്ലേ, FIR ഇട്ടിട്ടില്ലേ? 376 വകുപ്പ് അടക്കമുള്ള കേസെടുത്ത MLA മാർ ഇന്ന് നിയമസഭാ സാമാജികരായി ഇരിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കാണുന്നില്ലേ? അവർക്കെതിരെ എന്ത് നിലപാടാണ്, എന്ത് നടപടിയാണ് ആ CPIM എന്ന് പറയുന്ന പാർട്ടി എടുത്തിട്ടുള്ളത്? കേരളം ഞെട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധികം കളിച്ചാൽ CPM-നോടാണ് പറയുന്നത്, അധികം കളിച്ചാൽ കേരളം ഞെട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സാദിഖ്. ശ്രീമതി ലക്ഷ്മി പത്മ കേൾക്കാമോ? കേൾക്കാം. താങ്കൾ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറഞ്ഞയക്കുക, സതീശനോട് പറഞ്ഞേക്കണം ഞങ്ങളൊക്കെ അങ്ങ് പേടിച്ചു പോയി എന്ന്. ഞങ്ങൾ വല്ലാതെ അങ്ങ് വിരണ്ടിരിക്കുകയാണ്, എല്ലാവരും CPIM-ന്റെ ആളുകളെല്ലാം വല്ലാതെ വരണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കും. അദ്ദേഹത്തിന് ഇപ്പോൾ അതാണല്ലോ ആവശ്യം. എന്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ? അദ്ദേഹം വളരെ വീരശൂര പരാക്രമിയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നല്ലോ. നേരത്തെ വളരെ രോഷാകുലനായി മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ സതീശൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു സമീപനം എന്താണ്? വളരെ ദയനീയമായി, വളരെ നിലവിട്ട അവസ്ഥയിലേക്ക് അദ്ദേഹം മാറി. അതിൽ നിന്ന് ഇന്ന് അദ്ദേഹം വരുന്ന സമയത്തേക്ക് അദ്ദേഹം ഇങ്ങനെ കൈ ചൂണ്ടിക്കൊണ്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. നമ്മൾ ഈ മൈമൊക്കെ കാണിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ആക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് മിണ്ടുന്നില്ല, എന്നിട്ട് കൈ ഇങ്ങനെ ചൂണ്ടുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്, ഈ ജസ്റ്റേഴ്സ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ ജസ്റ്റേഴ്സ് കണ്ടാൽ പിന്നെ എന്താ തോന്നേണ്ടത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ഭീഷണി? അധികം കളിക്കണ്ട, അധികം കളിച്ചാൽ കേരളം ഞെട്ടുന്ന വാർത്ത ഞങ്ങൾ പുറത്തുവിടും. ഞങ്ങൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടട്ടെ. കേരളം ഇതിൽ പരം എന്ത് ഞെട്ടാനാണുള്ളതിനി? നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം പറയാണ്, സമാനമായ സംഭവങ്ങൾ CPM-ൽ ഉണ്ടായിട്ട് അവർ നടപടിയെടുത്തോ? MLA-മാർക്കെതിരെ നടപടിയെടുത്തോ? ഒറ്റക്കാര്യം ഞാൻ പറയാം, സമാനമായതെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിലെ കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് കുറ്റബോധം വരുന്നു എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം സമാനമായ കേസുകൾ ഒന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനില്ല. ആ വിധത്തിൽ സമാനതകളില്ലാത്തതാണ്. 2-ൽ പരം ആളുകളാണ് ഗർഭചിത്രം നടത്തേണ്ടി വന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സമീപനം മൂലം, ഇദ്ദേഹത്തിൻ്റെ പീഡനം മൂലം. സമാനമായ കേസ് കേരളത്തിൽ മറ്റേതുണ്ട്? തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനയുടെയോ യുവജന സംഘടനയുടെയോ ഭാരവാഹി, അദ്ദേഹം ഇത്തരത്തിൽ ഗർഭചിത്രം നടത്തി സ്ത്രീകളെ പീഡിപ്പിച്ചതും പോരാഞ്ഞ്, ഗർഭം ധരിപ്പിച്ചതും പോരാഞ്ഞ്, അവരുടെ കുഞ്ഞുങ്ങളെ ഇൻഫാൻറ്റിസൈഡ് ചെയ്യുന്ന രൂപത്തിലേക്ക്, അവരുടെ വയറ്റത്ത് ചവിട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലേക്ക്, നിങ്ങളെ കൊലപ്പെടുത്താൻ എനിക്ക് മിനിറ്റുകൾ മാത്രം മതി എന്ന് പറയുന്ന നിലയിലേക്കുള്ള വാർത്ത കേരളത്തിൽ സമാനമായ വാർത്ത മറ്റേതുണ്ട്? അപ്പോൾ ഇത്രമേൽ ക്രൂരമായ നിലയിലേക്ക് സ്വന്തം മനുഷ്യരെ തള്ളിപ്പറയുന്ന, മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് തന്നെ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കുന്ന ഇദ്ദേഹത്തെ ന്യായീകരിക്കുകയും പോരാഞ്ഞ് ഞങ്ങൾ എന്തെല്ലാമോ പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ VD സതീശനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ബഹുമാന്യനായ ഗോവിന്ദമാഷ് എന്ന് പറഞ്ഞല്ലോ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട്, ഞങ്ങൾക്കൊരു ഭയവുമില്ല. എന്താണ് ഇവരുടെ മുന്നിൽ? പക്ഷേ മറ്റ് ചില കാര്യങ്ങളുണ്ട്. ഞാൻ വ്യക്തിപരമായ അത്തരം ഒരു ആക്രമണത്തിലേക്ക് പ്രവേശിക്കണമെന്ന് വിചാരിക്കുന്നില്ല. പറവൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ മുമ്പൊരു മീഡിയ ഒക്കെ നൽകിയ ഒരു സോഷ്യൽ മീഡിയ ബൈറ്റിൽ, ഒരു വീഡിയോയിൽ പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവരുടെ പേരോ ആ സന്ദർഭമൊന്നും ഞാനിവിടെ ഉദാഹരിക്കണമെന്ന് വിചാരിക്കുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹം പറവൂരിൽ എത്തിച്ചേർന്നതെന്നും അദ്ദേഹം എങ്ങനെയാണ് അക്കാലത്ത് ഇടപെട്ടതെന്നും എല്ലാം പിൽക്കാലത്ത് ആളുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ തന്നെ സ്വന്തം പ്രൊഫൈലിലൂടെ അദ്ദേഹം ഇട്ട ചില കമൻറ്റുകളും കേരളത്തിൻ്റെ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ചില കാര്യങ്ങൾ ഉപദേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ചില കനകുലുവിനെ പോലെയുള്ള ചില തന്ത്രജ്ഞരും ചില PR ഏജൻസികളും ഉപദേശിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ബാധ്യതയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കേസ് കോൺഗ്രസിന് വലിയ ബാധ്യതയായി തീർന്നിരിക്കുന്നു. ഇതിൽ നിന്ന് മറികടക്കാൻ ഇനി ഈ വിഷയത്തെ മറികടക്കുന്ന രൂപത്തിൽ ഒരു പുതിയ നെറേറ്റീവ് സൃഷ്ടിക്കണം. അതിനുള്ള ശ്രമമാണ് ഞങ്ങളുടെ കയ്യിൽ മറ്റു ചിലതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒതുങ്ങണം എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടുകയല്ലേ വേണ്ടത്. കൂടുതൽ കളിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അദ്ദേഹം പുറത്തുവിടുകയല്ലേ വേണ്ടത്. അതെ,
ശ്രീലക്ഷ്മി, പുറത്തുവിടട്ടെ എന്ന് സാദിഖ് പറഞ്ഞ ഇദ്ദേഹം വലിയൊരു മാത്രമല്ല, കാര്യം, സാദിഖ് മാത്രമല്ല, ഗർഭചിത്രം CPM നടത്തിയ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്ന്. അങ്ങനെ CPM വളരെ ആർജവത്തോടെ പറയുന്നുണ്ട് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ വേഗം പുറത്തുവിടൂ എന്ന്. അപ്പോൾ എന്തിനാണ് ആ തെളിവുകൾക്കുമേൽ, CPM-നെതിരായ ആ ഞെട്ടിക്കുന്ന വാർത്തയ്ക്കുമേൽ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് അടയിരിക്കുന്നത്? ശ്രീ സാദിഖ് പറയുന്ന ഒരു കാര്യം കേട്ടു, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളിതൊന്നും കേട്ട് പേടിച്ചു പോയില്ല എന്ന് സാദിഖ് പറയുന്നത് കേട്ടു. ശരി, നിങ്ങൾക്ക് പേടിയുമില്ല ഉളുപ്പുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എത്രയോ MLA-മാർ ഈ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ നയിക്കുന്ന CPIM-ന്റെ പ്രസ്ഥാനത്തിനെ അണികളെക്കുറിച്ച് എനിക്ക് ശരിക്കും പറഞ്ഞ സഹതാപമാണ്. നിങ്ങളൊക്കെ ഈ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പേടിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴും സാദിഖ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോഴും നിങ്ങളുടെ മന്ത്രിസഭയിലെ നിങ്ങളുടെ നിയമസഭാ സാമാജികനായ M. മുകേഷ് MLA ഇരിപ്പുണ്ട്. ഒരു ഗാർഹിക പീഡനത്തിന് അദ്ദേഹത്തിൻ്റെ വൈഫ് പരാതി കൊടുത്തിട്ട് എത്രയോ നാളുകളായി. എന്നിട്ടും ഈ പ്രസ്ഥാനം അദ്ദേഹത്തെ 2 പ്രാവശ്യം മത്സരിപ്പിച്ചില്ലേ? നിങ്ങളുടെ തന്നെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് മന്ത്രിയുടെ ഇപ്പോഴും ആ ഇന്റർവ്യൂ ഇപ്പോഴും റെക്കോർഡ്സിൽ കിടപ്പില്ലേ? നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? എന്തെല്ലാം ഗാർഹിക പീഡനത്തിന്റെ പരാതിയാണ് മുകേഷിന്റെ എക്സ് വൈഫായിട്ടുള്ള ആ സ്ത്രീ അദ്ദേഹത്തിനെതിരെ കൊടുത്തത്? അറസ്റ്റ് ചെയ്തില്ലേ? എന്നിട്ട് വിട്ടയച്ചിട്ട് ഇപ്പോഴും അദ്ദേഹം MLA അല്ലേ? സമാന കേസുകൾ കിടപ്പുണ്ടെന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനെ പറ്റി നിങ്ങൾ മറന്നുപോയോ? ജോസ് തെറ്റേലിനെ പറ്റി നിങ്ങൾ മറന്നുപോയോ? ഈ പറയുന്ന AK ശശീന്ദ്രൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ പറയുന്ന എത്രയോ മന്ത്രിമാർ, എത്രയോ MLA-മാർ, M. മുകേഷ്, KB ഗണേഷ് കുമാർ, ഈ പറയുന്ന ഒളിക്യാമറ വെച്ചുകൊണ്ട് സ്വന്തം പാർട്ടി ഓഫീസിൽ ആ നേതാക്കളുടെ പരിപാടികൾ ഏറ്റെടുത്ത ഒരു ആൾ നിങ്ങൾക്ക് ഇപ്പോഴുമില്ലേ? ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്ന നിങ്ങളുടെ സമുന്നതനായിട്ടുള്ള നേതാവ്. ഇവരെ കുറിച്ചൊന്നും എന്താ നിങ്ങൾ പറയാത്തത്? അപ്പോൾ അവർ കാണിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുത്തത് 24 മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം 24 മണിക്കൂറിന് അകം ഞങ്ങളുടെ MLA ആയിട്ടുള്ള, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള, പാർട്ടി പോസ്റ്റുകളിൽ ഏറ്റവും വലിയ സ്വപ്നതുല്യമായിട്ടുള്ള പദവികൾ വഹിക്കുന്ന ഒരു മനുഷ്യനെ ആ പാർട്ടി പോസ്റ്റിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ കൂടുതൽ എന്താണ്? ആരോപണം മാത്രം നിലനിൽക്കുന്ന അവസരത്തിലാണ് ഇത് എന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് എല്ലാ മാധ്യമങ്ങളും, മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് ബൈറ്റ് കൊടുത്തു, വാർത്താ സമ്മേളനം നടത്തി. ഇതൊക്കെ നിങ്ങളുടെ പാർട്ടികളിൽ നിങ്ങളുടെ നേതാക്കളോട് ഒന്ന് പറയുവാൻ സാധിക്കുമോ? സാദിഖിന് ഒന്ന് പറയുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇഷ്ടക്കാരായിട്ടുള്ള 5 or 6 പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരം പറയും. തീർച്ചയായും വളരെ നല്ല നടപടികളാണ് സ്വീകരിക്കപ്പെട്ടത്. അത് പിന്നാലെ വരുന്ന ആളുകൾക്ക് സന്ദേശം കൊടുക്കുന്ന ഒരു നടപടി തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരാളെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളത് അത് കോൺഗ്രസ് എത്തിച്ചേർന്ന ഒരു അവസ്ഥ കൂടിയാണ്. അതുകൊണ്ടാണ് നടപടി എടുക്കേണ്ടി വന്നത് കൂടിയാണ്. പക്ഷേ ആ നടപടി എടുത്തതിനെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷനെയും ആ നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്തിന് ഈ ഭീഷണിയുടെ ശരീരഭാഷ? ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമല്ലേ? ആദ്യ സമയത്തൊന്നും, ഈ ആരോപണം ഉയർന്നു വന്ന ആദ്യ സമയത്തൊന്നും തന്നെ CPM ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. പിന്നെന്തിനാണ് ഈ ഭീഷണിയുടെ ശരീരഭാഷ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്? അത് ആരെ ഭീഷണിപ്പെടുത്താനാണ് ശരിക്കും അങ്ങനെ പറയുന്നത്? ലക്ഷ്മി, വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജസ്റ്റേഴ്സ് ഒന്നും കണ്ട് നിങ്ങൾ ഭീഷണിയായിട്ടൊന്നും കണക്കാക്കണ്ട. അപ്പൊ ഇനിയും അത് ഭീഷണിയാണെന്ന് നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോളൂ. വ്യക്തമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞത്. അധികം കളിക്കണ്ട, എന്റെ കയ്യിലും സമാനമായിട്ടുള്ള തെളിവുകളുണ്ട്, അത് ഞാൻ ഉടനെ തന്നെ പുറത്തുവിടും. അത് അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ ആലോചിച്ചു, അല്ലെങ്കിൽ അതിനകത്തൊരു ഒത്തുതീർപ്പിന്റെ ധ്വനിയുണ്ട്. അധികം കളിക്കാതെ ഇരുന്നാൽ ആ തെളിവുകൾക്ക് മേൽ അടയിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. CPIM പറയുന്നത് പോലെ ഏതെങ്കിലും ഉണ്ടയില്ലാത്ത വെടിപൊട്ടിക്കുന്ന ആളല്ലോ പ്രതിപക്ഷ നേതാവ്. ഈ കാലഘട്ടത്തിൽ അത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ ട്രാൻസ്പെറൻസിയോടും കൂടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകളും കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ന് കേരള സംസ്ഥാനത്തിനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള സത്യമാണെന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരും. ഇനിയും ഈ പറയുന്ന ഇത്രയും, ഞാൻ പറയുന്നത് സാദിഖ് ഇത്രയൊക്കെ പറഞ്ഞല്ലോ, സ്വന്തം കുടുംബത്തെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ സ്വന്തം പാർട്ടിക്കാരിലെ ആളുകളെ ആദ്യം നന്നാക്കാൻ ഇറങ്ങുക. അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ള അയൽവക്കത്തെ പാർട്ടിക്കാരോടുള്ള ഈ പറയുന്ന രോഷവും ഈ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ. പ്രതിഷേധം ഏറ്റെടുക്കുന്നതോട് ഞങ്ങൾ ആരും അതിനെ തെറ്റു പറയുന്നില്ല. പക്ഷേ ഇത്രയും ആളുകൾ
കുറ്റം ചെയ്ത് ആരോപണ വിധേയരായി കേസുകളിലൊക്കെ അകപ്പെട്ടപ്പോൾ അവരൊക്കെ പാർട്ടി നടപടികൾ നിലപാടുകൾ എന്തായിരുന്നു? നിങ്ങളുടെ തന്നെ സ്ത്രീ പ്രതിനിധികളുടെ, ഈ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന സ്ത്രീകളുടെ നിലപാട് എന്തായിരുന്നു സാധിക്കുന്ന ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തായിരുന്നു അന്ന് കില്ലൂരിലെ പെൺകുട്ടി ICUവിൽ കിടന്നപ്പോൾ അവിടെ പോയി ആ പെൺകുട്ടിയെ കണ്ട PK ശ്രീമതി എന്ന് പറയുന്ന മിനിസ്റ്ററെ നമ്മൾ മറന്നുപോയോ? കാമഭ്രാന്തന്മാരെ കയ്യാമം വെച്ച് നടത്തിക്കുമെന്ന് പറയുന്ന വിപ്ലവ നായകനായിട്ടുള്ള നിങ്ങൾ വിശേഷിപ്പിക്കുന്ന VS അച്യുതാനന്ദൻ ഒരാളെയെങ്കിലും പിടിക്കുവാൻ സാധിച്ചോ? ഈ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോ സ്വന്തം പാർട്ടിക്കാരെ ആദ്യം നിലയ്ക്ക് നിർത്തുക, നടപടികൾ സ്വീകരിക്കുക, നിങ്ങൾ വ്യക്തമായിട്ടുള്ള ആർജവത്തോടുകൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുക. എന്നിട്ട് മതി കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുവാൻ വരുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മൾ കാണുമ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു ആരോപണ വിധേയൻ ഉണ്ടായിരുന്നില്ല. ഉയർത്തിക്കാട്ടുന്നത് ഇത്തരം വിഷയങ്ങൾ CPM നേതാക്കൾക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല കേരള ചരിത്രത്തിൽ ഒരു സമയം പോലും MLA സ്ഥാനം ഇത്തരം കേസുകൾക്ക് മുന്നിൽ രാജിവെച്ചിട്ടില്ല എന്ന കാര്യം കൂടി കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ പാർട്ടി സംഘടനാപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം തെളിവുകളും മുന്നിലുണ്ട്. അത് കോൺഗ്രസ് നേതാക്കന്മാർക്കടക്കം അത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സാദിഖ്. അപ്പോഴും ഈ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ അത് അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാർ തന്നെയല്ലേ, ആഭ്യന്തര വകുപ്പ് തന്നെയല്ലേ, പോലീസ് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഒരു കേസ് പോലും ഇതുവരെ ചാർജ് ചെയ്യാത്തത് സാദിഖ്? ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പായി നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ആളുകൾക്ക് നല്ല അവസരമാണ്. ചാനൽ ചർച്ചയിലൊക്കെ കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരൊന്നും വരാൻ തയ്യാറാവുന്നില്ല. കാരണം ഇത്തരത്തിലുള്ളൊരു നാറ്റക്കേസിനെ ന്യായീകരിക്കാൻ ആളുകൾ വരുന്നില്ല. അപ്പോൾ ഈ അവസരത്തിൽ കുറേ ആളുകൾ രംഗപ്രവേശനം ചെയ്ത് എന്തിനേയും ന്യായീകരിച്ചു കൊടുത്ത് കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്തൊക്കെയോ പറയാണ്. അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഇടതുപക്ഷത്തുള്ള വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾക്ക് ഉളുപ്പില്ല. ഞങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നുന്നു. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് താങ്കൾക്ക് ഒരു സഹതാപവും വേണ്ട. താങ്കളുടെ തന്നെ ജില്ലക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളുടെ തന്നെ നാട്ടുകാരനായ സ്വന്തം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആളെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. 2 or 3 സ്ത്രീകളെ പീഡിപ്പിച്ച് ഗർഭിണികളാക്കി അവരെ നിർബന്ധപൂർവ്വം 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ പോലും ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഓഡിയോ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ട് അത് കേരളം ചർച്ച ചെയ്യുന്ന സമയത്ത് അതേക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പോലും അതിനെ അപലപിക്കാൻ പോലും തയ്യാറാകാതെ ഇങ്ങനെ ന്യായീകരിക്കുക. അതുമാത്രമല്ല, ഇതേ സംബന്ധിച്ച് പറയുന്ന സംസാരിക്കുന്ന നിലപാട് പറയുന്ന കോൺഗ്രസിലെ സ്ത്രീകൾ, ബഹുമാന്യനായ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ താര ഉൾപ്പെടെയുള്ള, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ അവർ പറയുമ്പോൾ അവർക്കെതിരായി സൈബർ ആക്രമണം നടത്തി ചോദ്യത്തിലേക്കൊന്ന് വരിക. ആ ചോദ്യത്തിലേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം. ഞാൻ പറയുന്നതിൽ ഇടപെടാതിരിക്കൂ. നിങ്ങളാണ് കഴിഞ്ഞ 9 വർഷം ഈ ആഭ്യന്തരം ഭരിക്കുന്നത് നിങ്ങളാണ്. കഴിഞ്ഞ 9 വർഷമായി 9 വർഷം നിങ്ങളാണ് ആഭ്യന്തരം ഭരിക്കുന്നത്. കേസെടുക്കുന്നത് ആരോപണ വിധേയനായിട്ടുണ്ടെങ്കിൽ സാദിഖ് പറയൂ. അല്ല, അദ്ദേഹത്തെ ഒന്ന് നിലക്ക് നിർത്തൂ. അദ്ദേഹത്തോടൊന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും സമയം സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. സാദിഖ് പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? കോൺഗ്രസിലെ വനിതാ നേതാക്കൾ നിലപാട് പറയുമ്പോൾ അവരെ പോലും വേട്ടയാടുന്ന നിലയിലേക്ക് പോവുക. പിന്നെ ഇടതുപക്ഷത്തിന്റെ കുറെ MLA-മാരെ കുറിച്ചല്ല ഇദ്ദേഹം ഇങ്ങനെ ഇവിടെ വാദോരാതെ പറഞ്ഞു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ പീഡന കേസിൽ ജയിലിലടക്കപ്പെട്ടയാൾ M. വിൻസെന്റ്, കോവളം MLA, ഇപ്പോഴും UDF-ന്റെ MLA-മാരിൽ ഒരാളായി സഭയിലിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ എറണാകുളം ജില്ലയിലെ ഒരു യുവ MLA ഉണ്ടല്ലോ, എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തിനെതിരായി ഉണ്ടായ ആരോപണം എന്താണ്? അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേസ് എന്താണ്? അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആയിരിക്കുകയല്ലേ. അപ്പൊ ഇത്തരത്തിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകരുത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു MLA ആണ്. അദ്ദേഹത്തെ നിങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. നിങ്ങൾ അദ്ദേഹത്തെ സംഘടനയുടെ എല്ലാതരം റാങ്ക് ആൻഡ് ഫയലിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. എന്നിട്ട് പറയാം നാട്ടുകാർ സഹിച്ചോളണം. അതെങ്ങനെയാ ശരിയാവുന്നേ? കോൺഗ്രസ്സുകാർക്ക് സഹിക്കാൻ പറ്റില്ല. അയാൾ തനി ഹാബിച്വൽ ഒഫൻഡറാണ്.
അല്ലെങ്കിൽ അദ്ദേഹം വളരെ ശക്തനായ ക്രൂരനായ ഒരു കുറ്റവാളിയാണ്, അദ്ദേഹത്തെ പേറി നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഇതാ അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അദ്ദേഹത്തിന് നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സ്വപ്നതുല്യമായ അദ്ദേഹത്തിന്റെ കോൺഗ്രസിലെ പദവികളിൽ നിന്ന് പുറത്താക്കുന്നു. നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലെ പദവികൾക്കെല്ലാം എത്രയോ മുകളിലാണ് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA എന്ന് പറയുന്ന ഒരു സ്ഥാനം. കേരളത്തിൽ ആകെയുള്ള 140 പേരിൽ ഒരാളാണ്. ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാവുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാവുന്നില്ല? ആ സാഹചര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാവുന്നില്ല? MLA സ്ഥാനം മാറ്റാതെ അല്ല സാദിഖ്, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാവുന്നില്ല? മാറ്റാതെ നിങ്ങൾക്ക് എന്തുകൊണ്ടാവുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ടായിട്ടില്ല പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ത് പിഴച്ചു? ഞങ്ങൾ ചോദിക്കുന്നത് പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യർ, സ്ത്രീകൾ, വിദ്യാർത്ഥിനികൾ, വൃദ്ധർ, ഈ പല നിലയിൽപ്പെട്ട സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ MLA നോക്കിക്കാണുന്നത്? തീർച്ചയായും MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് മാധ്യമങ്ങൾക്കടക്കം ഈ വിഷയത്തിലുള്ളത്. അതിൽ ഒരു സംശയവും വേണ്ട സാദിഖ്. പക്ഷേ മുന്നിൽ എത്തിയിരിക്കുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് കേസെടുക്കാൻ സാധിക്കുന്നില്ല? ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഇതിനകത്ത് ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും എടുത്ത കേസുകൾ കണ്ടില്ല എന്ന് നടിക്കുകയല്ല കേട്ടോ. അതല്ലാതെ ഒരു പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്തത് എന്തുകൊണ്ടാകും? തീർച്ചയായും ഞാൻ അതിന് മറുപടി പറയാം. എങ്ങനെയാണ് പോലീസ് ഏതൊരു വിഷയത്തിൽ കേസെടുക്കുക? അതിനൊരു പരാതി വരണം. എല്ലാ പരാതികളും ഇവർ നടന്ന് ഒത്തുതീർപ്പാക്കുകയാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇവർ സ്ത്രീകളെ പീഡിപ്പിക്കുക മാത്രമല്ല, പൊളിറ്റിക്കൽ പ്രിവിലേജ് അങ്ങനെ പറയരുത് സാദിഖ്, അങ്ങനെ പറയരുത്. പരാതികളെല്ലാം ഒത്തുതീർപ്പാക്കുന്നത് സെക്കൻഡറി. ആരോപണം വന്നപ്പോൾ സാധ്യമാകുക സാദിഖ്. വിജയ്, ഞാൻ എത്താം തിരിച്ച്. സാദിഖ്, അതെങ്ങനെയാണ് സാധ്യമാകുക? ഈ സിസ്റ്റത്തിനകത്ത് ഇത്രയധികം പരാതികൾ ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാകാൻ ഒരു അവസരം എങ്ങനെയാണ് ഈ MLAക്ക് സാധ്യമാകുന്നത് സാദിഖ്? അതിൽ കേസെടുക്കുകയല്ലേ ആദ്യം വേണ്ടത്, പിന്നെയല്ലേ ബാക്കി ഒത്തുതീർപ്പാക്കുന്നത് നോക്കുന്നൊക്കെ? ഇതാ ഇപ്പോ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട്. ഒരു പരാതിയെ തുടർന്ന് ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തെ തുടർന്ന് ഒരു പരാതിക്കാരന്റെ മൊഴി പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. കേരള കർഷക കോൺഗ്രസിന്റെ നേതാവായ AH ഹഫീസിന്റെ പരാതിയാണ്. ആ പരാതി പ്രകാരം മൊഴി രേഖപ്പെടുത്തി പ്രഥമ വിവര റിപ്പോർട്ട് അഥവാ FIR എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്തി എന്നാണ് എനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. എന്ന് പറഞ്ഞാൽ ഈ നിമിഷത്തിൽ ഒരു പരാതിക്കാരൻ വന്നാൽ ആ പരാതിക്കാരന്റെ മൊഴിയെടുക്കാനും കേസുമായി മുന്നോട്ട് പോകാനും സർക്കാർ തയ്യാറാണ്. ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി എടുത്തു കഴിഞ്ഞു. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഗർഭചിത്രം ഉൾപ്പെടെയുള്ള കേസുകളിൽ പണം കൊടുത്തും മറ്റും ഒത്തുതീർപ്പാക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഇവരെ പോലെയുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളെ ഭയന്ന് സ്ത്രീകൾ പരാതി കൊടുക്കാൻ ഭയപ്പെടുകയാണ്. എന്താ അത് അതിജീവിതകളായിട്ടുള്ള സ്ത്രീകളെ അവഹേളിക്കുന്നതിന് തുല്യം കൂടിയാണ്. ഒരിക്കലും പണം കൊടുത്ത് ഈ പുറത്തേക്ക് വന്ന തെളിവുകളുള്ള കേസുകളൊന്നും തന്നെ, ഈ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള തെളിവുകൾ, അവരൊന്നും തന്നെ ഒരു കാശ് കൊടുത്ത് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന കേസുകളല്ല ഇത്. അവർ പെടാതെ ഇരിക്കുന്നതിന് പ്രൈവസി അടക്കമുള്ള കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കി എന്ന് മാത്രം പറയരുത് സാദിഖ്. സാദിഖ്, നിങ്ങൾ പറഞ്ഞത് പണം കൊടുത്താൽ ഏതു പരാതിയും അങ്ങ് പിൻവലിക്കുന്ന ആളുകളാണോ കേരളത്തിലെ സ്ത്രീകൾ? നിങ്ങൾ എന്ത് വർത്തമാനമാണ് പറയുന്നത്? പണം കൊടുത്താൽ കോംപ്രമൈസ് ചെയ്യുവാൻ പറ്റുന്ന ആളുകളാണോ കേരളത്തിലെ സ്ത്രീകൾ? കേരളത്തിലെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ല, അദ്ദേഹം പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ, സ്ത്രീകൾ ഏതെങ്കിലും ഒരു തരത്തിൽ പണം കൊടുത്താൽ കോംപ്രമൈസ് ചെയ്യുന്നവരാണോ? എത്ര പരാതികൾ ഇവിടെ സംഭവിക്കുന്നു. ഈ പരാതികളെല്ലാം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവാണ് മുൻകൈയെടുക്കുന്നത്. പാലക്കാട് അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് പരാതി വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ പിന്നീട് പറഞ്ഞല്ലോ, സ്വന്തം മകളുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്.
കേസെടുക്കുന്നേ നിങ്ങൾക്ക് ആ പരാതികളെ പറ്റി അറിവുണ്ടെങ്കിൽ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പരാതികൾ നേതാക്കന്മാർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന കാര്യത്തിലും സംശയം വേണ്ട. പക്ഷേ എനിക്കതിൽ വിയോജിപ്പുള്ളത് കാശ് കൊടുത്തു എന്ന് പറഞ്ഞ കാര്യത്തിലാണ്. അതിൽ ഞാൻ താങ്കൾ പറഞ്ഞ പ്രസ്താവനയെ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു കാര്യമില്ല സാദിഖ്. ഏതായാലും അങ്ങനെ ഒരു കാര്യം നമുക്ക് മുന്നിലേക്ക് തെളിവായി എത്തിയിട്ടും ഇല്ല. ശ്രീ വിജയ് ഇന്ദുചൂഡൻ, ഇതാണ് ഇങ്ങനെ കൃത്യമായ തെളിവുകൾ കിട്ടി നടപടിയെടുക്കുന്നു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്നു, അപ്പോഴും അദ്ദേഹം MLA ആയി തുടരട്ടെ എന്ന നിലപാട്. അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അതൊക്കെ അടഞ്ഞ അധ്യായം എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന വനിതാ നേതാക്കന്മാരുടെ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കുന്ന നിലപാട്, ഇതൊക്കെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിനൊരു കടിഞ്ഞാണിടാൻ കഴിയാതെ പ്രതിപക്ഷ നേതാവ് CPM-നെയും BJP-യെയും വിരട്ടാൻ നോക്കുന്നത്? അല്ല ലക്ഷ്മി, ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, സ്ത്രീകൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഓടി നടന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ അനുയായികളും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇത് ഒത്തുതീർപ്പാക്കുന്നു, കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്, ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. ഏതെങ്കിലും ഒരു ആളുകൾക്ക്, ഈ പരാതിക്കാർക്ക് പൈസ കൊടുത്താൽ, ക്യാഷ് കൊടുത്താൽ അവർ കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളാണോ? അദ്ദേഹത്തിന് എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ, ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇത് ചെയ്യുന്ന ആളാണെങ്കിൽ, പ്രതിനിധീകരിക്കുന്ന ആളാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പിൻവലിക്കുവാൻ ആദ്യം. ഇതൊക്കെയാണ് ന്യായീകരിച്ച് മെഴുകുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ന്യായീകരിച്ച് മെഴുകുക. കഴിഞ്ഞ 9 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ഈ പറയുന്ന ആഭ്യന്തരവും പോലീസ് സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എല്ലാം ഉള്ള അദ്ദേഹം കേസെടുക്കണം. നിങ്ങളുടെ കയ്യിലാണല്ലോ ഇപ്പോൾ. ആരോപണം വന്നപ്പോൾ തന്നെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ഇപ്പോൾ MLA സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ശരി, അദ്ദേഹത്തിന്റെ സർക്കാർ, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സംവിധാനങ്ങൾ കേസെടുത്തിട്ട് തുറങ്കലിലടക്കട്ടെ. അങ്ങനെ പിൻവലിക്കുമോ എന്നതാണ് സാദിഖ്. താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കുമോ? ഈ പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ നടക്കുന്നു എന്ന പ്രസ്താവന. അന്തസ്സുണ്ടെങ്കിൽ, സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ പ്രസ്താവന നിങ്ങൾ പിൻവലിക്കണം. ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, പ്രതിപക്ഷ നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും അടക്കം ഓടി നടന്ന് കോംപ്രമൈസ് ചെയ്യുകയാണ്, പൈസ കൊടുത്ത് കോംപ്രമൈസ് ചെയ്യുകയാണ്. ഈ പ്രസ്താവന പിൻവലിക്കുമോ ഇല്ലയോ? അത് മാത്രം അറിഞ്ഞാൽ മതി. അതിനുശേഷം വിജയനോട് ചോദിക്കാനുണ്ട്. ഇല്ല, അദ്ദേഹം പിൻവലിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വാക്കെടുത്തിട്ട് ആകെ കൊണ്ടുപോകല്ലോ. പിൻവലിക്കുന്നില്ല. ഒത്തുതീർപ്പ് നടന്ന സംഭവങ്ങൾ എത്രയുണ്ടെന്ന് മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്കറിയില്ലേ? കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ? കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ സാദിഖ്? ശ്രമങ്ങൾ എത്രത്തോളം നടന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടന്നു എന്ന് എന്ത് അടിസ്ഥാനത്തിൽ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സാദിഖ് പറയുന്നത്? പൈസ കൊടുത്ത് അവരെ അനുനയിപ്പിക്കാൻ നോക്കുന്നു. പ്രിവിലേജ് ഉപയോഗപ്പെടുത്തി, ഭയപ്പെടുത്തി, എല്ലാ നിലയിലും അത് പറയൂ. ഈ നിലയിൽ ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ഫ്ലോറിൽ ഞാൻ ഏതായാലും അംഗീകരിക്കില്ല. വിജയിലേക്ക് ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. വിജയ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിജയ്, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഈ വിഷയം ആത്മാഭിമാനമുള്ള കേരളത്തിലെ സ്ത്രീകൾ വഴങ്ങിയിട്ടില്ല. വഴങ്ങാത്തത് കൊണ്ടാണ് ഇപ്പോഴും ആ പരാതികൾ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പ്രബുദ്ധരായിട്ടുള്ള ഒരു ആള് പോലും, സെൻസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒരാൾ പോലും, വ്യക്തമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ പോലും ആ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുക്കില്ല. ഇല്ല, ആ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുക്കില്ല. വിജയ്, ആ സ്റ്റേറ്റ്മെന്റ് ഏറ്റെടുക്കില്ല. പക്ഷേ വിജയ്, താങ്കളോടുള്ള ചോദ്യം അതല്ല. താങ്കളോടുള്ള ചോദ്യം അതല്ല വിജയ്.
ഈ രീതിയിൽ സ്ത്രീകൾ ഈ അതിജീവിതകളായ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുറന്ന നിലപാടെടുക്കുന്ന ഉമാ തോമസ് MLA അടക്കമുള്ളവർ, ഷാനിമോൾ ഉസ്മാനെ പോലുള്ളവർ, താര ടോജോ അലക്സിനെ പോലുള്ളവർ എന്തുകൊണ്ട് ഈ സൈബർ സ്പേസിൽ ഈ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു? അവരെ പിന്തുണയ്ക്കാൻ ഒരു പ്രസ്താവന നടത്തുന്നതിന് പകരം എതിർവശത്ത് നിൽക്കുന്ന CPM-നെയും BJP-യെയും ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത് എന്തിനാണ് പ്രതിപക്ഷ നേതാവ്? സ്വന്തം പക്ഷത്ത് നിൽക്കുന്നവരെ, സ്വന്തം കോട്ടയിൽ ഉള്ളവരെ നിലയ്ക്ക് നിർത്തുകയല്ലേ ഈ ഘട്ടത്തിൽ വേണ്ടത്? അതിനു മുൻപ് ലക്ഷ്മി, സാദിക്ക് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ട്. പാലക്കാട് MLA ഓഫീസിലേക്ക് ചെന്ന് കയറുന്ന സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധജനങ്ങൾ, വയോധികരടക്കമുള്ള ആളുകൾ എങ്ങനെ കയറുമെന്നുള്ളത്, അവർ പാവങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ മുകേഷിന്റെ നാട്ടിലെ, ഈ പറയുന്ന ജോസ് തെറ്റേലിന്റെ നാട്ടിലെ, തോമസ് ഐസക്കിന്റെ നാട്ടിലെ, ഈ പറയുന്ന AK ശശീന്ദ്രന്റെ നാട്ടിലെ, ഈ പറയുന്ന ബാക്കിയുള്ള ആരോപണ വിധേയരായിട്ടുള്ള, ആരോപണങ്ങൾ തെളിഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സമീകരണം നടത്തേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ഇതൊരു സമാനതകളില്ലാത്ത കേസ് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടോ വിജയ്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടോ? എന്തിനാ കോൺഗ്രസിനകത്തെ വനിതാ നേതാക്കളെ തന്നെ സൈബർ ലിഞ്ചിങ്ങിന് ഇട്ടുകൊടുക്കണം? എന്തുകൊണ്ട് അണികളെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല? പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് അവർക്ക് നേരെ, സൈബർ ലിഞ്ചിങ് നടത്തുന്നവർക്ക് നേരെ എന്തുകൊണ്ട് വിരൽ ചൂണ്ടുന്നില്ല വിജയ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സൈബർ ആക്രമണങ്ങൾ ഏറ്റവും ആദ്യം ഏറ്റെടുത്ത പ്രസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സൈബർ ഹാൻഡിൽസ് നിന്ന് സ്ത്രീകളെ പേരാണ് പറയണം. ഒരു മാധ്യമപ്രവർത്തക, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ലക്ഷ്മി അടക്കമുള്ള ആളുകൾ സൈബർ ലിഞ്ചിങ്ങിന് ഇത് ചെയ്തിട്ടില്ലേ? അതൊക്കെയുണ്ട്. അതിന്റെ ഹിസ്റ്ററി അവിടെ ഒരുപാടുണ്ട്. അതൊന്നും അറിയണ്ട. ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി വിജയ്. ഇതാണല്ലോ നമ്മുടെ ചർച്ച. നമുക്ക് ഇതിനെ കുറിച്ച് മാത്രം സംസാരിക്കാൻ തൽക്കാലം. പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി തന്നെ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന നമ്മുടെ പ്രസ്ഥാനത്തിലെ ആളുകൾ, സ്ത്രീ പ്രതിനിധീകരിക്കുന്ന ആളുകളോടെല്ലാം ചോദിച്ച് തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടിയിലേക്ക് ഈ പ്രസ്ഥാനം പോയത് എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ഉമാ തോമസിന് അടക്കമുള്ള, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള, താര ടോജോ അലക്സ് അടക്കമുള്ള, ബിന്ദു കൃഷ്ണ അടക്കമുള്ള സ്ത്രീപക്ഷ ആളുകളോട് ചോദിച്ചിട്ട് അവരോടെല്ലാം കൂടി ആലോചിച്ചിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA-ക്കെതിരെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണല്ലോ അത്. വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞ കാര്യമാണല്ലോ അത്. പക്ഷേ അവർ ആക്രമിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർ ആക്രമിക്കപ്പെടുമ്പോൾ, സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒരു നിസ്സഹായാവസ്ഥ കൂടി ഏതായാലും ഉണ്ട്. അതിനെക്കുറിച്ചാണ് വിജയ് ഞാൻ താങ്കളോട് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കാം അവരെ നിലയ്ക്ക് നിർത്താൻ പ്രതിപക്ഷ നേതാവിനോ മറ്റു മുതിർന്ന നേതാക്കന്മാർക്കോ കഴിയാത്തത് എന്നുള്ളത്. അതിന്റെ ചോദ്യത്തിനാണ് ആ ചോദ്യത്തിനാണ് ഉത്തരം തേടിക്കൊണ്ടേയിരുന്നത്. ഏതായാലും താങ്കൾ അതിനെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ നേരമായി. വളരെയധികം നന്ദി ശ്രീ വിജയ് ഇന്ദുചൂടൻ, ഒപ്പം സാദിഖ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സെയ്ദ് മുഹമ്മദ് സാദിഖ്, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.